ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത പോർഷനിലേക്ക് കടക്കുകയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്രൈസസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു ഉണ്ടല്ലോ. ഈ വീഡിയോ കാണുന്നവർ പ്രീവിയസ് 2 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് നിർത്തുക. പ്രീവിയസ് 2 വീഡിയോ കണ്ടിട്ട് ഇത് കാണാവും. കണ്ടിന്യൂഷനാണ്, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരു പെയർ ടെസ്റ്റിസ്, ഡക്റ്റ് സിസ്റ്റം, accessory glands and male external genitalia or penis. ടെസ്റ്റിസ് ആണ് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം അതിനകത്താണ് സ്പേം ഉണ്ടാവുന്നത്, സെക്സ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റിസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഇലോങ്ങേറ്റഡ് സാഗ് ലൈക്ക് സ്ട്രക്ചറിന്റെ പേരാണ് സ്ക്രോട്ടം. വരച്ചിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ ടെസ്റ്റിസിന്റെ ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിംഗ് 3 ലെയർ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രൊട്ടക്ഷൻ നൽകുന്ന ഇമ്പോർട്ടൻ്റ് ലെയറാണ് ട്യൂണിക്ക അൽബുജിനിയ. ഓരോ ടെസ്റ്റിസിനെയും ഏകദേശം എത്ര കമ്പാർട്ട്മെന്റ്സ് ആക്കിയെന്നാ പറഞ്ഞത്? ഇതേപോലെ 250 കമ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ കമ്പാർട്ട്മെന്റിനെയും വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. അറിയാലോ, ഈച്ച് ലൊബ്യൂൾ കണ്ടെയ്ൻ, ഓരോ ലൊബ്യൂളിനകത്തും എത്ര എണ്ണം? 1 മുതൽ 3 വരെ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്സ് കാണും. ആ ട്യൂബുകളുടെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ, ബീജാണുജനക നളിക. സെമിനിഫറസ് ട്യൂബ്യൂൾ ഇന്നർ ലൈനിങ് ജൈമിനൽ എപ്പിത്തീലിയം produce 2 types of cells, namely germ cells as well as Sertoli cell. റീക്യാപ്പ് ആണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. germ cell പിന്നീട് സ്പേം ആയിട്ട് മാറും. Sertoli cell give nourishment to developing sperm. പിന്നെ ഈ സെമിനിഫറസ് ട്യൂബുകളുടെ ഇടയിലുള്ള സ്പേസസിന്റെ പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ്. അതിനകത്ത് ഇതിന്റെ മാട്രിക്സ് ഉണ്ട്. അതുകൂടാതെ ചില പ്രത്യേകതരം എൻഡോക്രൈൻ സെൽസ് ഉണ്ട്. ദാറ്റ് എൻഡോക്രൈൻ സെൽസ് ആർ നോൺ ആസ് interstitial cells of Leydig. These cells secrete androgen. ഇത്രയും കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ടൈറ്റിൽ പഠിക്കുന്ന കാര്യമാണ് accessory duct അഥവാ ഡക്റ്റ് സിസ്റ്റം. ഇവിടെ ഞാൻ ടെസ്റ്റിസിൽ കഴിഞ്ഞ പ്രാവശ്യം വരച്ചു വെച്ചേക്കുന്നതിൽ 5 ലേബലിംഗ്: സ്ക്രോട്ടം, ട്യൂണിക്ക അൽബുജിനിയ, ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ, സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇന്റസ്റ്റൈനൽ സെൽസ് ഓഫ് Leydig. ഇവിടെയും ഡക്റ്റിനകത്ത് 5 കാര്യങ്ങൾ വരും: ട്യൂബുലർ റെക്ടൈ, റീറ്റേ ടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ്റ്റ് എഫ്രൻസ്. കണ്ടാലറിയാം, ഞാൻ അത് ഫുള്ള് വരച്ചിട്ട് തുടച്ചു. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഞാൻ അറിയാതെ ടൈം ലാപ്സിലിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഓഡിയോ ഇല്ല, ഭയങ്കര ഫാസ്റ്റായിട്ട്. പിന്നെ മായ്ച്ചതാണ്, ഇത് മായ്ക്കാതെ ഇട്ട്. ഇനി ഓരോ ഭാഗങ്ങളായിട്ട് നോക്കുക. എന്നതാ ട്യൂബുലർ റെക്ടൈ? എന്താ മൊത്തത്തിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡക്റ്റ് സിസ്റ്റം? സെമിനിഫറസ് ട്യൂബ്യൂളിനകത്താണ് സ്പേം ഉണ്ടാവുന്നത്. ആ സ്പേം അവിടെ ഇരുന്നുകൊണ്ട് കാര്യമായോ? ഇല്ല. കിണറ്റിനകത്ത് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെ കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യും? മോട്ടർ പമ്പ് ചെയ്യും. ആ പമ്പ് ചെയ്യുമ്പോൾ ചുമ്മാ മോട്ടർ വർക്ക് ചെയ്യിച്ചാൽ വെള്ളം കയറുമോ? ഇല്ല. ഈ മോട്ടറിൽ നിന്ന് ഒരു പൈപ്പ് എങ്ങോട്ടിട്ടുണ്ടാവും? വാൽവൊക്കെ ആയിട്ട് കിണറ്റിലേക്ക് ഇട്ടുണ്ടാവും. അങ്ങനെയാണ് വെള്ളം കയറുന്നത്. അപ്പം എന്നതുപോലെ ഇവിടെ നിന്ന് സ്പേം പോകാൻ വേണ്ടി ഉള്ള കുഴലുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഡക്റ്റ് സിസ്റ്റം അഥവാ നാളി വ്യവസ്ഥ. പെനിസിന്റെ ടിപ്പ് വരെയാണ് ഡക്റ്റ് സിസ്റ്റം ഉള്ളത്. എന്നിട്ട് ഇൻസെമിനേഷൻ നടക്കുമ്പോൾ ആ പെനിസിന്റെ ടിപ്പിനകത്തുള്ള ഓപ്പണിങ്ങിൽ കൂടെ ഇത് ഫീമെയിൽ വെജൈനയിലേക്ക് ചെല്ലും. ഓക്കെ, അപ്പോൾ നോക്കാം 1 by 1. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ 2 അറ്റത്ത് നിന്ന്, അതായത് ഈ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ട്യൂബുകളെ വിളിക്കുന്ന പേരാണ് ട്യൂബുലർ റെക്ടൈ. ആദ്യത്തെ പാർട്ടിന്റെ പേര് മറക്കണ്ട. എന്താ? ട്യൂബുലർ റെക്ടൈ. മനസ്സിലായല്ലോ? ശരിക്കും പറഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഈ അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് അറൈസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ട്യൂബുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ട്യൂബുലർ റെക്ടൈ. ട്യൂബുലർ റെക്ടൈ ചെന്ന് ഓപ്പൺ ചെയ്യുന്നത് ഇതേപോലെ ഇറഗുലർ ആയിട്ടുള്ള കുറെ സ്പേസസിലേക്കാണ്. ആക്ച്വലി ആ സ്പേസ് ഡക്റ്റ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ റീറ്റേ ടെസ്റ്റിസ്. എന്താ സ്പേസസിന്റെ പേര്? റീറ്റേ ടെസ്റ്റിസ്. നോട്ട്സും കൂടെ പറഞ്ഞാ പോണത്. അപ്പൊ എങ്ങനെ എഴുതാം ഈ സെന്റൻസ്? ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് certain straight tubes arise called tubular recti which open into irregular cavities called ആ സ്പേസസിന്റെ പേരാണ് റീറ്റേ ടെസ്റ്റിസ്. ആ സ്പേസസിന്റെ പേരെന്താ കുഞ്ഞുങ്ങളെ? റീറ്റേ ടെസ്റ്റിസ്. ക്ലിയർ ആണ്? സംശയമില്ലല്ലോ. അപ്പം ഓർത്തിരിക്കുക, സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നുള്ള സ്പേമിനെ കൊണ്ടുപോകാൻ വേണ്ട കുഴലുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്നതാ? ട്യൂബുലർ
റെക്ടൈ. ഡക്റ്റ് സിസ്റ്റം മൊത്തത്തിൽ പറയുന്ന പേര് ഡക്റ്റ് സിസ്റ്റം. അതിൽ ആദ്യത്തെ പാർട്ടാണ് ട്യൂബുലൈ റെക്ടൈ. ട്യൂബുലൈ റെക്ടൈ ഓപ്പൺ ചെയ്യുന്ന ക്യാവിറ്റീസിന്റെ പേരാണ് റീറ്റെ ടെസ്റ്റിസ്. ക്ലിയർ ആണ്? അപ്പോൾ പുതുതായിട്ട് പടം വരയ്ക്കണം. ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. പഴയ പടത്തിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തണ്ട. ഡക്റ്റ് സിസ്റ്റത്തിനായിട്ട് റീഡ്രോ ദ എൻ്റയർ ഡയഗ്രാം. ഓക്കെ, ഇനി ഫ്രം ദ റീറ്റെ ടെസ്റ്റിസ്, റീറ്റെ ടെസ്റ്റിസിൽ നിന്ന് ഏകദേശം 10 മുതൽ 20 വരെ സ്ട്രൈറ്റ് ട്യൂബുകൾ അറേസ് ചെയ്യും. ഈ ക്യാവിറ്റീസിൽ നിന്ന് അറേസ് ചെയ്യുന്ന 10 to 20 സ്ട്രൈറ്റ് ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇത് അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് വാസ എഫറൻഷ്യ. ഒരു കുഴലിനെ വിളിക്കുന്ന പേര് വാസ് എഫറൻസ്, ഈ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് വാസ എഫറൻഷ്യ. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രം ദ റീറ്റെ ടെസ്റ്റിസ് സർട്ടൻ സ്ട്രൈറ്റ് ട്യൂബ്സ് അറൈസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ട്യൂബ്സിന്റെ പേരാണ് വാസ എഫറൻഷ്യ. പറ്റത്തില്ലല്ലോ? ഓക്കെ, അപ്പം അതങ്ങനെ എഴുതണം. ഫ്രം ദ റീറ്റെ ടെസ്റ്റിസ് സർട്ടൻ സ്ട്രൈറ്റ് ട്യൂബ്സ് അറൈസ് കോൾഡ് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ ജോയിൻസ് ടു ഫോം. വാസ എഫറൻഷ്യ ജോയിൻ ചെയ്തുണ്ടാവുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ്. ഈ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ട്യൂബ് ഈസ് കോൾഡ് എപ്പിഡിഡൈമിസ് എന്ന് പറയാം, അല്ലെങ്കിൽ എപ്പിഡിഡിമിസ്. ഡക്ടസ് എപ്പിഡിഡിമിസ് എന്നും പറയാം. മനസ്സിലായല്ലോ? കുഴലായതുകൊണ്ട് ഇറ്റ് ഈസ് ഡക്ടസ് എപ്പിഡിഡിമിസ്, ഓർ സിംപ്ലി NCERT-യിലെ എപ്പിഡിഡിമിസ് എന്നാണ് പേര്. അപ്പൊ എന്താ അത് സെന്റൻസ് എങ്ങനെ നോട്ട് ചെയ്യേണ്ടത്? വാസ എഫറൻഷ്യ joins to form a straight tube called, a highly coiled tube called the ductus epididymis or epididymis. What's the role epididymis? Is important as സ്ഥിരം question ആണ് എൻട്രൻസിനും പബ്ലിക് എക്സാമിനും. It is the temporary storehouse of sperm. സ്പെർമിനെ താൽക്കാലികമായി സംഭരിച്ചു വെക്കുന്ന ആളാണ് ആര്? ഈ എപ്പിഡിഡിമിസ്. അപ്പൊ മറക്കരുത്, ഫ്രം ദ seminiferous tubule certain straight tubes arise called tubuli recti, which open to irregular cavities called rete testis. From the rete testis about 10 to 20 straight tubes arise called vasa efferentia. Vasa efferentia join to form a highly coiled tube called epididymis. Epididymis is the temporary storehouse of sperm. Then from the epididymis a more or less straight tube, ഏറെക്കുറെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മോൾ കോയിലിങ്ങോട് കൂടി പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അബ്ഡോമനകത്തേക്ക് കടക്കേണ്ട ഈ കുഴൽ, ദിസ് ട്യൂബ് ഈസ് കോൾഡ് വാസ് ഡെഫറൻസ്. അതൊറ്റ കുഴലാണ്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് വാസ് ഡെഫറൻസ്. അറിയാമല്ലോ? ഇതേപോലെ എത്ര ടെസ്റ്റിസ് ഉണ്ട് ഒരാൾക്ക്? 2. അപ്പൊ ഈ 2 ടെസ്റ്റിസ് ചേരുമ്പോൾ വാസ് ഡെഫറൻസ് 2 ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാം രണ്ടിടത്തേയും കൂടെ വാസ് ഡെഫറൻസ് പറയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് വാസ ഡെഫറൻഷ്യ. ഉണ്ടോ? ഇത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ഡെഫറൻസ്. ഇതൊരു കൂട്ടത്തെ നമ്മൾ പറഞ്ഞതാണ് വാസ എഫറൻഷ്യ. സിംഗുലർ ആണെങ്കിൽ വാസ് എഫറൻസ്. ഈ പടത്തിൽ ഡക്റ്റ് സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. ഇനി ഈ വാസ് ഡെഫറൻസിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇനി സെക്കൻഡ് വീഡിയോയിൽ പറയാൻ പോണത്. അതിന് വേറെ ഡയഗ്രാം വേണം, അത് വരച്ചിട്ട് അടുത്ത്. ഓക്കെ കുഞ്ഞുങ്ങളെ, ആദ്യത്തെ ഡയഗ്രാം, അതിനകത്ത് ഡക്റ്റ് സിസ്റ്റത്തിന്റെ കുറെ പോർഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കൃത്യമായിട്ട് കാണാമല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ വാസ് റെഫറൻസ് വരെ കാണിച്ചു. ആ പടം വായിക്കാഞ്ഞത് അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഇത്രയും വലുതാക്കി കാണിച്ചിരിക്കുന്ന ടെസ്റ്റിസ് നമ്മളിതാ ഇവിടെ അങ്ങ് ചുരുക്കി. ഇതാണ് ടെസ്റ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി, ലാസ്റ്റ് ഓഡിയോയിൽ കണ്ടറിയാം, കേട്ടറിയാം. ദ വാസ് ഡെഫറൻസ് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചിരിക്കുന്നത് ഇറ്റ് അസെൻസ് ഇൻ ടു ദ അബ്ഡോമൻ. അബ്ഡോമൻ ഏതാന്ന് പിടി കിട്ടിയോ? ഇതാന്ന് നോക്കിക്കേ, ഇത് കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മനസ്സിലാവണമെങ്കിൽ ഇത് നമ്മളുടെ അബ്ഡോമൻ ആണ്, ഉദരാശയം, വയറിൻ്റെ അടിഭാഗം. ഇങ്ങനെ നിൽക്കുന്ന പടമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ബട്ടക്സ്, അറിയാമല്ലോ, നമ്മളുടെ ബാക്ക് റീജിയൻ വരും. ഇത് ഫ്രണ്ട് വയർ. ഓക്കെ, ഇച്ചിരി കുറേ വയറുണ്ട് നോക്കി. യെസ്, വയർ ഭാഗം. അപ്പം ഈ ടെസ്റ്റിസിനകത്ത് നിന്ന് വാസ് ഡെഫറൻസ് എങ്ങോട്ടേക്ക് കയറി? അസെൻഡ് ചെയ്യാന്ന് വെച്ചാൽ കയറുക. അസെൻസ് ഇൻ ടു ദ അബ്ഡോമൻ, അബ്ഡോമനകത്തേക്ക് കയറി. പാസസ് ഓവർ, ഇതാ ഈ വരച്ചു വെച്ചേക്കുന്ന സാധനം ലേബിൾ ചെയ്തിട്ടുണ്ട് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ മുകളിൽ കൂടെ പാസ് ചെയ്ത്
ആൻഡ് ഫ്യൂസസ് വിത്ത്, കണ്ടോ ലേബിൾ ചെയ്തിട്ടുണ്ട്, സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിന്റെ ഡക്റ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഇനി അവിടെ തൊട്ട്, ശരിക്കും ഞാൻ അതൊക്കെ വേറെ കളറിലാണ് കാണിച്ചേക്കുന്നത്, എത്രമാത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ തൊട്ട് ഇത് അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ദ വാസ് ഡെഫറൻസ് അസെൻസ് ഇൻ ടു ദ അബ്ഡോമൻ. ഇവിടെ നമ്മൾ വരച്ചേക്കുന്ന വാസ് റെഫറൻസ്, ഇവിടെ ഇതും കൂടെ വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് മാറ്റി വരച്ചത്. വാസ് റെഫറൻസ് അസെൻസ് ഇൻ ടു ദ അബ്ഡോമൻ, പാസസ് ഓവർ യൂറിനറി ബ്ലാഡർ. ഇതാണ് മനസ്സിലാക്കാവുന്ന ഏറ്റവും നല്ല ഡയഗ്രാം. മൂത്രസഞ്ചിയുടെ മുകളിലൂടെ പാസ് ചെയ്ത് ആൻഡ് ഫ്യൂസസ് വിത്ത് ദ ഡക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ. ഡക്റ്റ് സിസ്റ്റം കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ആളാണ് ഏതാ, അസസറി ഗ്ലാൻഡ്. അസസറി ഗ്ലാൻഡ്സ് 3 ഉണ്ട്. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ആക്ച്വലി ഞാനിത് 3 പച്ച നിറത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഈ ഇല പോലെ കാണപ്പെടുന്ന ഗ്ലാൻഡിന്റെ പേരാണ് സെമിനൽ വെസിക്കിൾ. ആ സെമിനൽ വെസിക്കിളിന്റെ ഡക്റ്റുമായി ഫ്യൂസ് ചെയ്തു. ഇത് ഞാൻ വൈറ്റ് കളറിലാണ് വരച്ചേക്കുന്നത്, ഇവിടെ നിന്നിട്ട് വയലറ്റ് കളർ കണ്ടോ. ഇവിടം വെച്ച് വാസ് റെഫറൻസ് സെമിനൽ വെസിക്കിളുമായിട്ടല്ല ഫ്യൂസ് ചെയ്യുന്നത്, സെമിനൽ വെസിക്കിളിന്റെ ഡക്റ്റുമായി ഫ്യൂസ് ചെയ്തു. ഇയർ ഓൺവേർഡ്സ് ഈ 2 സെന്റിമീറ്റർ നീളമുള്ള ഈ കുഴലിനെ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. അങ്ങനെ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. സോ എങ്ങനെ എഴുതുന്ന ആ സെന്റൻസ്, വാസ് റെഫറൻസ് ഡക്റ്റ് സിസ്റ്റം ടൈറ്റിലിൽ തന്നെ എഴുതേണ്ടത്, രണ്ടാമത്തെ പടമായിരുന്നേ ഉള്ളൂ. ഡക്റ്റുകളെ പറ്റി തന്നെ പറയുന്നത്. എന്താ പറഞ്ഞ, വാസ് റെഫറൻസ് അസെൻസ് ഇൻ ടു ദ അബ്ഡോമൻ, അബ്ഡോമൻ അകത്തേക്ക് അടിവയറ്റിലേക്ക് കയറി, പാസസ് ഓവർ യൂറിനറി ബ്ലാഡർ, യൂറിനറി ബ്ലാഡറിന്റെ മുകളിൽ കൂടെ പാസ് ചെയ്തു, ആൻഡ് ഫ്യൂസസ് വിത്ത് ദ ഡക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ, സെമിനൽ വെസിക്കിളിന്റെ ഡക്റ്റുമായി ഫ്യൂസ് ചെയ്തു ടു ഫോം വാട്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റ്. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഫസ്റ്റ് ഇയറിലെ പറയുന്നുണ്ട് ഇങ്ങനെ വരുന്ന പോയിന്റ്സ് പ്രത്യേക കളറിൽ എഴുതുക, ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഓക്കെ, ചോദിച്ചതാണ് 3 കൊല്ലം മുമ്പ് എൻട്രൻസിന്. ഇജാക്കുലേറ്ററി ഡക്റ്റ് ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. ഇപ്പോൾ സെമിനൽ വെസിക്കിൾ എന്ന ഓപ്ഷൻ ഉണ്ട്, സെമിനൽ വെസിക്കിൾ ആൻഡ് വാസ് റെഫറൻസ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിലും നോക്ക് ഡക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ എന്നുണ്ടോ. ഫോർ എൻട്രൻസ് എക്സാം വി നീഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, നോട്ട് എ മിയർ ആൻസർ. വെറും ഒരു ഉത്തരവല്ല വേണ്ടത്, അതിൽ തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇജാക്കുലേറ്ററി ഡക്റ്റ് ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ്, അതേ ഉള്ളൂ ഈ പറഞ്ഞതിന്റെ കൺസെപ്റ്റ്. വാസ് റെഫറൻസ്, വാസ് റെഫറൻസ് ലേബിൾ ചെയ്തിട്ടുണ്ട്, വാസ് റെഫറൻസ് ആൻഡ് ഡക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ. ക്ലിയർ? ഇനി ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് കണ്ടോ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ, ഇത് വരച്ചേക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ, ഇത് യൂറിനറി ബ്ലാഡർ ആണല്ലോ, യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഒരു 20 സെന്റിമീറ്റർ നീളം, ഇത് 2, ഇത് 20. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് പിടികിട്ടത്തില്ല, പക്ഷെ നമുക്ക് മനസ്സിലാൻ വേണ്ടി എങ്ങനെ കാണിച്ചത്. എല്ലാം ഞാൻ യൂറിനറി ബ്ലാഡർ കുറച്ചുകൂടെ നീക്കിയിട്ട് യൂറിത്ര നല്ല നീളത്തിൽ വരയ്ക്കേണ്ടി വരും. അപ്പം ആ യൂറിത്രയുമായി ആര് ഫ്യൂസ് ചെയ്തു, ഇജാക്കുലേറ്ററി ഡക്റ്റ് ഫ്യൂസ് ചെയ്തു. കണ്ടോ, അതായത് ദിസ് ഇജാക്കുലേറ്ററി ഡക്റ്റ് ഫ്യൂസസ് വിത്ത് യൂറിത്ര. എന്നിട്ട് അവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു കോമൺ ഡക്റ്റ് ഉണ്ടാവും. ശരിക്കും അത് യൂറിത്രയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത് എങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് കോമൺ യൂറിനോ ജനൈറ്റൽ ഡക്റ്റ്. ഫസ്റ്റ് ഇയറിൽ ക്ലോയാക്ക പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫിഷസ് വരെയുള്ള ആൾക്കാർക്ക്, ഫിഷസും ബേർഡ്സ് വരെയുള്ള ആൾക്കാർക്ക് there is a common urinogenital and digestive opening. അതാണ് ക്ലോയാക്കൽ അപ്പേർച്ചർ. പക്ഷെ നമ്മളിൽ സ്ത്രീകൾ ഏനൽ ഓപ്പണിംഗ്, ഡൈജസ്റ്റീവ് ഓപ്പണിംഗ് സെപ്പറേറ്റ് ആണ്, വെജൈനൽ ഓപ്പണിംഗ് സെപ്പറേറ്റ് ആണ്, യൂറിത്രൽ ഓപ്പണിംഗും സെപ്പറേറ്റ് ആണ്. അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ആണുങ്ങളിൽ there is a common urinogenital. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂത്രം മുകളിലേക്ക് കണക്ഷൻ ഉണ്ട്, അറിയാലോ, യൂറിറ്റർ ഉണ്ട്, കിഡ്നി ഉണ്ട്, കിഡ്നിയിൽ നിന്ന് വരുന്ന മൂത്രം യൂറിനറി ബ്ലാഡർ സ്റ്റോർ ചെയ്യും. ആ മൂത്രം യൂറിത്രയിലൂടെ വന്ന് ഇതിനകത്തൂടെയാണ് പുറത്തേക്ക് പോണത്, അറിയാമല്ലോ. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സെമൻ കണ്ടോ, ഇങ്ങനെ ട്രാവൽ ചെയ്ത് വാസ് റെഫറൻസ് കണ്ടോ, വാസ് റെഫറൻസിലൂടെ ഇവിടെ എത്തും. സെമൻ അല്ല, ആക്ച്വലി സ്പേം.
ഇവിടെ എത്തുമ്പോൾ ഈ അക്സസറി ഗ്ലാൻഡുകളാണ് ചില ഫ്ലൂയിഡ് സെക്രീഷനും കൂടെ കൊടുക്കുന്നത്. ദെൻ ഓൺലി ഇറ്റ് ഈസ് നോൺ ആസ് സെമൻ. അത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ പോവാം. അപ്പം ഇവിടെ നിന്ന് ആ സെമൻ ഇവിടെ എത്തി. മേറ്റിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ജനൈറ്റൽ ഓപ്പണിംഗ് ആയ ഇതിനകത്തൂടെ അല്ലെങ്കിൽ ഈ ഡക്റ്റിനകത്തൂടെയാണ് സെമനും വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതാ കോമൺ യൂറിനോ മൂത്രം പോകാനും ജനൈറ്റൽ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ഡക്റ്റ്. അപ്പോൾ ആരൊക്കെ ചേരുന്ന കോമൺ യൂറിനോ ജനൈറ്റൽ ഡക്റ്റ്? ഇജാക്കുലേറ്ററി ഡക്റ്റും യൂറിത്രയും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ്, ആക്ച്വലി ഇറ്റ് ഈസ് യൂറിത്ര. യൂറിത്രൽ ഡക്റ്റ് ആണ്, പക്ഷെ അത് സെമനും കൂടെ പോകുന്നതിനാൽ ഇറ്റ് ഈസ് കോൾഡ് കോമൺ യൂറിനോ ജനൈറ്റൽ ഡക്റ്റ്. ദിസ് യൂറിനോ ജനൈറ്റൽ ഡക്റ്റ് എക്സ്റ്റെൻഡ്സ് ത്രൂഔട്ട് ദ ലെങ്ത് ഓഫ് പെനിസ്. പെനിസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. ആ പെനിസിന്റെ ഫുൾ ലെങ്തിലൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. അവസാനം ഈ ടിപ്പിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് യൂറിത്രൽ മീറ്റസ്. എന്താ ഈ ഓപ്പണിങ്ങിന്റെ പേര്? യൂറിത്രൽ മീറ്റസ്. അതിനകത്തൂടെ ഇത് പുറത്തേക്ക് തുറക്കപ്പെടും. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് ഡക്റ്റ് സിസ്റ്റം തീരുന്നത്. സോ ഡക്റ്റ് സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 2 വീഡിയോയിലായിട്ട്. ഓക്കെ, സെക്കൻഡ് വീഡിയോയിൽ തുടങ്ങുന്ന കാര്യം ഒന്നുകൂടെ പറയാം. എന്തായിരുന്നു? യെസ്, ദ വാസ് ഡിഫറൻസ് ascends into the abdomen, passes over urinary bladder and fuses with duct or seminal vesicle to form ejaculatory duct. Clear? ഇതാണ് എഴുതേണ്ടത്. The ejaculatory duct fuses with urethra through prostate gland. Prostate glandലൂടെയാണ് ഫ്യൂസ് ചെയ്യുന്നത്. To form common urinogenital duct because it is the common passage for urine and semen. The urinogenital duct open at the tip of penis through an opening called urethral meatus. അടുത്തതായിട്ട് നമുക്ക് അറിയാനുള്ളത് മെയിൽ അക്സസറി ഗ്ലാൻസ് ആണ്. മെയിൽ അക്സസറി ഗ്ലാൻസിനെ നമ്മൾ സെക്കൻഡറി ഗ്ലാൻസ് എന്നും വിളിക്കും. മെയിൽ accessory glands or secondary glands. ഞാൻ ഓൾറെഡി ചെറുതായിട്ട് ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ ചെറിയൊരു കളർ മാറ്റം കാണാം. ഈ 3 എണ്ണം, ഇത് ഈ ബൾബ് പോലത്തത്, പിന്നെ അതാ ദിസ് വൺ. ക്ലിയർ ആണല്ലോ? ആ 3 എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മെയിൽ അക്സസറി ഗ്ലാൻഡ്സ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി തരികയാണ്. നമുക്ക് എത്ര ടെസ്റ്റിസ് ഉണ്ട്? 2. ഇതേപോലെ അപ്പുറത്തും ഒരു ടെസ്റ്റിസ് ഉണ്ട്. അപ്പോൾ എത്ര വാസ് ഡിഫറൻസ് ഉണ്ടാവും? പറഞ്ഞാൽ നേരത്തെ 2. അപ്പം വാസ് ഡിഫറൻസ് വന്ന് ഫ്യൂസ് ചെയ്യാനുള്ള സെമിനൽ വെസിക്കിൾ എത്ര എണ്ണം കാണും? 2 എണ്ണം കാണുമല്ലോ, ഉറപ്പല്ലേ? 2 സൈഡിൽ നിന്നും ഇജാക്കുലേറ്ററി ഡക്റ്റ് എത്ര എണ്ണം കാണും? 2 എണ്ണം കാണും. എല്ലാം കൂടെ വന്ന് ഫ്യൂസ് ചെയ്യുന്ന ജംഗ്ഷനാണ് ഇത്. കാരണം നമുക്ക് യൂറിനറി ബ്ലാഡർ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. യൂറിത്ര എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പം യൂറിത്രയുമായി അസോസിയേറ്റ് ചെയ്ത്, കണ്ടോ, യൂറിത്രയുടെ നെക്ക്, അതായത് കഴുത്ത് ഭാഗത്തിന് ബാക്കിലായിട്ട് കാണപ്പെടുന്ന സിംഗിൾ ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇത് 2 ഉണ്ട്. ഈ ജംഗ്ഷന് തൊട്ട് മുന്നേ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് 2 ഉണ്ട്. ഇത് 2ഉം പെയർ, ഇത് സിംഗിൾ. ഈ പടത്തിൽ നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് തോന്നുന്നത് പ്രോസ്റ്റേറ്റ്, ഇതും ആക്ച്വലി അങ്ങനെയല്ല. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് ഈ ബിഹൈൻഡ് ദ യൂറിത്ര. അപ്പോൾ യൂറിത്ര അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണെങ്കിൽ യൂറിത്ര ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ 2ആയിട്ട് തോന്നുന്നത്, ആക്ച്വലി 2ആയിട്ട് തോന്നുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് 1 ഉള്ളൂ. സെമിനൽ വെസിക്കിൾ 2, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് 2. എണ്ണം മറക്കരുത്. മെയിൽ അക്സസറി ഗ്ലാൻഡ്സ് നോക്കുക. യെസ്, പെയ്ഡ് സെമിനൽ വെസിക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? സെമിനൽ വെസിക്കിൾ വരെ. യെസ്, പെയ്ഡ് സെമിനൽ വെസിക്കിൾ. ഓക്കെ, അതുപോലെ പെയ്ഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന് വേറൊരു പേര് പറയും
കൗപ്പേഴ്സ് ഗ്ലാൻഡ്, പിന്നെ പേരല്ല സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. പെയർഡ് സെമിനൽ വെസിക്കിൾസ്, പെയർഡ് ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് or Cowper's gland, a single prostate gland. മക്കളുടെ മഴ പെയ്തു ഇടയ്ക്ക്, അപ്പോൾ സ്റ്റിൽ ചെയ്താണ്. ഓക്കെ, കണ്ടിന്യൂഷൻ പറയുകയാണ്. ഓക്കെ, ഒരു പെയർ സെമിനൽ വെസിക്കിൾ, ഒരു പെയർ ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് ഓർ കൗപ്പേഴ്സ് ഗ്ലാൻഡ്, ഒരു സിംഗിൾ വേണ്ട, സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. കണ്ടല്ലോ, ഇതാണ് സെമിനൽ വെസിക്കിൾ. ഇത് ബൾബോയൂറിത്രൽ ഗ്ലാൻഡ്, ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് ബൾബസ് പ്രോമർ. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, പൗരുഷ ഗ്രന്ഥി. ഇനി ഇവരുടെ ഓരോരുത്തരുടെ ഫങ്ഷൻ നോക്കുക. സെമിനൽ വെസിക്കിളാണ് ഏകദേശം 70% വരുന്ന ഫ്ലൂയിഡ് കൊടുക്കുന്നത്. 10 മുതൽ 20% വരുന്ന ഫ്ലൂയിഡ് കൊടുക്കുന്ന ആളാണ് ആര്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ബാക്കി വരുന്ന 10% ആണ് ബൾബോയൂറിത്രൽ ഗ്ലാൻഡിൻ്റെ കോൺട്രിബ്യൂഷൻ. അതിനകത്ത് നോക്കുക, സെമിനൽ വെസിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫ്രക്ടോസ് റിച്ച് ഫ്ലൂയിഡാണ്. ഫ്രക്ടോസ് എന്ന് പറയുന്ന, അറിയാമല്ലോ, ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡാണ് സെമിനൽ വെസിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഗിവ് എനർജി ടു സ്പേം. സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ട എനർജി നൽകുന്ന ആൾ, ഊർജം നൽകുന്ന ആളാണ് ഈ ഫ്രക്ടോസ്. ഇനി ബൾബോയൂറിത്രൽ ഗ്ലാൻഡ്, വേറെ പേരാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് അതർവൈസ് നോൺ ആസ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മ്യൂക്കസ് റിച്ച് ഫ്ലൂയിഡാണ്. ഇതിനകത്ത് മ്യൂക്കസ് റിച്ച് ആണ്. മ്യൂക്കസ് എന്ന് വെച്ചാൽ ശ്ലേഷ്മം, വഴുവഴുപ്പുള്ള ഒരു സബ്സ്റ്റൻസ്. അതുകൊണ്ടാണ് സെമന് ഒരു വഴുവഴുപ്പുള്ളത്, അറിയാമല്ലോ. മ്യൂക്കസ് റിച്ച് ഫ്ലൂയിഡ് അതെന്നാ ചെയ്യും? ഇറ്റ് ലൂബ്രിക്കേറ്റ് ദ സ്പേം. സ്പേമിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? എൻസിആർടിയിൽ അത് പെനിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് അല്ല. സ്പേമിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. സ്മൂത്തായിട്ട് ആ ഫ്ലൂയിഡിനകത്തൂടെ തെന്നി നീങ്ങാൻ സ്പേമിനെ സഹായിക്കുന്നത് ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് റിച്ച് ഫ്ലൂയിഡാണ്. ഇനി സിംഗിളായിട്ടുള്ള പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡാണ്. ഈ ആൽക്കലൈൻ ഫ്ലൂയിഡിൻ്റെ റോൾ ഇറ്റ് ആക്ടിവേറ്റ് ദ സ്പേം. സ്പേമിനെ എന്നാ ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഒരു പെയർ സെമിനൽ വെസിക്കിൾ കണ്ടോ, സെമൻ എന്ന് പേര് വരാൻ കാരണം 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. ഒരു പെയർ സെമിനൽ വെസിക്കിൾ 70% ഫ്ലൂയിഡ് കോൺട്രിബ്യൂഷൻ ഫ്രക്ടോസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ആ ഫ്രക്ടോസ് സ്പേമിന് മൂവ് ചെയ്യാനുള്ള ഊർജം നൽകും. ഇറ്റ് ഗിവ് എനർജി ടു സ്പേം. പിന്നെ പെയർഡ് ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് ഓർ കൗപ്പേഴ്സ് ഗ്ലാൻഡ്, ഇറ്റ് പ്രൊഡ്യൂസ് എ മ്യൂക്കസ് റിച്ച് ഫ്ലൂയിഡ് വിച്ച് ലൂബ്രിക്കേറ്റ് ദ സ്പേം. പിന്നെ സിംഗിൾ ആയിട്ടുള്ള പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പുസ്തകത്തിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല, പറഞ്ഞതേ ഉള്ളൂ. അതൊരു ആൽക്കലൈൻ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൽക്കലൈൻ ഫ്ലൂയിഡ് എന്നാ ചെയ്യും? ഇറ്റ് ആക്ടിവേറ്റ് ദ സ്പേം. സ്പേമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. ക്ലിയർ ആണ്? യെസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ഫ്ലൂയിഡ്സ്, ഈ അക്സസറി ഗ്ലാൻഡിൻ്റെ എല്ലാ ഫ്ലൂയിഡ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. എന്താ പേര്? ആ ഫ്ലൂയിഡിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, സെമിനൽ പ്ലാസ്മ. മറക്കരുത്, ഈ 3 ഗ്ലാൻഡിൻ്റെയും മൊത്തം ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ, ഇവിടെ തൊട്ടാണ് സെമിനൽ പ്ലാസ്മ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിലെ സ്പേം ഓടി കൂടെ എത്തി. ആ സ്പേമും സെമിനൽ പ്ലാസ്മയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമൻ അഥവാ ശുക്ലം. ഇതിനെ വിളിക്കുന്ന പേരാണ് സെമൻ. ഇൻ മലയാളം ഇറ്റ് ഈസ് കോൾഡ് ശുക്ലം. ആ സെമൻ റിലീസ് ചെയ്യുന്നതാണ്
ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ റീപ്രൊഡക്റ്റീവ് ഈവൻസിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് ഇൻസെമിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പേം എന്നല്ല പറയേണ്ടത്. സ്പേം മാത്രമല്ല അവിടെ റിലീസ് ചെയ്യുന്നത്, സ്പേം പ്ലസ് ഈ 3 ഗ്ലാൻഡിൻ്റെ ഫ്ലൂയിഡ് മിക്സ്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് സെമൻ. അങ്ങനെയാണെങ്കിൽ സെമൻ മൈനസ് സ്പേം ഈക്വൽസ് സെമിനൽ പ്ലാസ്മ, അല്ലെങ്കിൽ സെമൻ മൈനസ് സെമിനൽ പ്ലാസ്മ ഈക്വൽസ് സ്പേം. കാര്യം മനസ്സിലായോ? ക്ലിയർ ആണേ? അപ്പം ഓർക്കേണ്ട കാര്യം, ഈ 3 ഗ്ലാൻഡ് പെയർ ചെയ്ത് സിംഗിൾ ചെയ്തെന്ന് ഓർക്കുക. ഒരു പെയർ സെമിനൽ വെസിക്കിൾ. ഇത് നോട്ട്സ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. പറയുകയാണെങ്കിൽ ഇങ്ങനെ: മെയിൽ accessory glands or secondary glands comprise of paired seminal vesicle, paired bulbourethral gland or Cowper's gland, a single prostate gland. എന്നിട്ട് ഇവിടെ സ്പേസ് വിടണം. പിന്നെ എന്താ എഴുതേണ്ടത്? seminal vesicle produce a fructose rich fluid which give energy to sperm. പിന്നെ bulbourethral gland or Cowper's gland produce a mucus rich fluid which lubricate the sperm. പിന്നെ prostate gland secrete an alkaline fluid which activate the sperm. അത്ര എഴുതിയിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം: the fluid secretions of these 3 glands are collectively known as seminal plasma. Seminal plasma plus sperm is known as semen. സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുമെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് എഴുതുക. സെമിനൽ പ്ലാസ്മയിൽ 2 കാര്യങ്ങളാണ് റിച്ച് ആയിട്ടുള്ളത്: ഫ്രക്ടോസും കാൽസ്യവും കാണും. സെമിനൽ പ്ലാസ്മയിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്തൊക്കെ കാണും? ഫ്രക്ടോസ് ആൻഡ് കാൽസ്യം. ഇതാണ് മെയിനായിട്ട് സെമിനൽ പ്ലാസ്മയുടെ ഇൻഗ്രീഡിയൻസ്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങളാണ് മെയിൽ അക്സസറി ഗ്ലാൻഡ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം ശ്രദ്ധിക്കുക. മെയിൽ അക്സസറി ഗ്ലാൻഡ്സ് ഒന്നുകൂടെ പറയാം. മെയിൽ അക്സസറി ഗ്ലാൻഡ്സ്: ഒരു പെയർ സെമിനൽ വെസിക്കിൾ, പിന്നെ ഒരു പെയർ കൗപ്പേഴ്സ് ഗ്ലാൻഡ്, ദിസ് വൺ എ സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പെയറായിട്ട് കാണപ്പെടുന്നത് സെമിനൽ വെസിക്കിളും കൗപ്പേഴ്സ് ഗ്ലാൻഡ്. വേറൊരു പേരുണ്ടായിരുന്നല്ലോ കൗപ്പേഴ്സ് ഗ്ലാൻഡിന്, ബൾബോയൂറിത്രൽ ഗ്ലാൻഡ്. സിംഗിളായിട്ട് കാണുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓരോന്നിൻ്റെ ഫങ്ഷൻ ഞാൻ പറഞ്ഞു. സെമിനൽ വെസിക്കിള് ഫ്രക്ടോസ് റിച്ച് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്പേമിന് മൂവ് ചെയ്യാനുള്ള എനർജി നൽകും. അറിയാലോ? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്പേമിനെ ആക്ടിവേറ്റ് ചെയ്യും. കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഒരു മ്യൂക്കസ് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്പേമിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും. ഈ 3 സെക്രീഷന്റെ ആകെ തുകയ്ക്ക് പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. എന്താ പേര്? സെമിനൽ പ്ലാസ്മ. ക്ലിയർ? സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് വിത്ത്, ഇതിനകത്ത് എന്തൊക്കെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഫ്രക്ടോസും കാൽസ്യവും കാണും മെയിൻലി. പിന്നെ ചില എൻസൈംസ് കാണും. നീറ്റ് വരുന്നതിന് മുമ്പ് IPMTക്ക് ഒരിക്കൽ ചോദിച്ചതാ, സെമിനൽ പ്ലാസ്മ കണ്ടെയ്ൻ ഓപ്ഷനകത്ത് fructose and calcium, fructose and magnesium, glucose and calcium, glucose and magnesium. The correct answer is yes, seminal plasma contain fructose and calcium. Function clear ആണല്ലോ? ലെക്ചർ നോട്ട്സ് പലരും നല്ല മിടുക്കര് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് അത് കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ്. കണ്ടല്ലോ, ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ട്. ഇന്നൊരു ദിവസം സമയം തരുന്നുള്ളൂ. സെമിനൽ പ്ലാസ്മ അത് ഇവിടെ തൊട്ടാണ് സെമിനൽ പ്ലാസ്മ ഉണ്ടാവുന്നത് പറഞ്ഞു. അതിൻ്റെ കൂടെ സ്പേമും കൂടെ ചേരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാ നമ്മളെന്ത്? സെമൻ. കഞ്ഞിവെള്ളത്തിന്റെ പാടയുടെ കളറുള്ള സ്റ്റിക്കി ഫ്ലൂയിഡ്. ഒരു സമയം ഇൻസെമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു 8-10 ഡ്രോപ്സ് വരെ വരുന്ന ആ സ്റ്റിക്കി കൊഴുപ്പുള്ള ഫ്ലൂയിഡിന്റെ പേരാണ് സെമൻ. സെമനകത്ത് സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം. എന്തുകൊണ്ടാണ് സെമൻ എന്ന് പേര് വന്നത്? നേരത്തെ വീഡിയോയിൽ തന്നു. സെമിനൽ വെസിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫ്ലൂയിഡ് കോമ്പോസിഷൻ ആണ് ഇതിന്റെ 70%. അറിയാമല്ലോ? സോ ഇറ്റ് ഈസ് കോൾഡ് സെമിനൽ പ്ലാസ്മ. ഓക്കെ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കലൈൻ ഫ്ലൂയിഡിനെ നമ്മൾ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്നും പറയും. ഇത്രയും ഡീപ്പായിട്ട് ടെക്സ്റ്റിനകത്തില്ല, പക്ഷെ എൻട്രൻസ് ലെവലിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയണം. ഇത്രയും കാര്യങ്ങളാണ് മെയിൽ അക്സസറി ഗ്ലാൻഡ്സിനകത്തുള്ളത്. അപ്പോൾ ടെസ്റ്റിസ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ 2 വീഡിയോയിലായിട്ടാണ് ഡക്ടർ സിസ്റ്റം തീർന്നത്. വീഡിയോ 1 and 2.
പിന്നെ തേർഡ് വീഡിയോയിൽ ഞാൻ ഏതിട്ടു ഈ പറഞ്ഞ അക്സസറി ഗ്ലാൻസ് ഇട്ടു. ഇനി ലാസ്റ്റ് വീഡിയോയിൽ അക്സസറി ഗ്ലാൻസ് ഒരിക്കൽ കൂടെ പറയുകയാണ്, പ്ലസ് ദ ഫൈനൽ ഓർഗൻ വിച്ച് വൺ? യെസ്, മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇതാണ് മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, otherwise known as penis. What's the role of penis? Penisന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ it is the male copulatory organ. പറഞ്ഞു ഞാൻ ഇൻസെമിനേഷൻ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇൻസെമിനേഷൻ നടക്കണമെങ്കിൽ എന്ത് നടക്കണം? മെയിലും ഫീമെയിലും തമ്മിൽ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കണം. That sexual intercourse is also known as coitus or known as copulation or known as mating. So which is the male copulatory organ എന്ന് ചോദിച്ചാൽ it is penis. ആണുങ്ങളുടെ copulatory organ ആണ് penis. പെനിസിന് ഇതേപോലെ ഒരു ലോങ് ഷാഫ്റ്റ് കാണും, നീളത്തിൽ ഒരു ഷാഫ്റ്റ്, അതിന്റെ ഒരു തണ്ടുണ്ട്, മനസ്സിലായല്ലോ. പിന്നെ അറ്റം ഇങ്ങനെ ബൾജ് ചെയ്ത് കാണപ്പെടും. ഈ ബൾജ്ഡ് എൻഡിന് പറയുന്ന പേരാണ്, ദിസ് റീജിയൻ ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ്. സ്പെല്ലിംഗ് പ്രത്യേകം നോക്കുക. ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ GLANDS എഴുതരുത്, GLANS, ഗ്ലാൻസ് പെനിസ്. കണ്ടോ? ദ സ്വോളൻ ടിപ്പ് ഓഫ് പെനിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ്. ഓക്കെ, ഈ സ്വോളൻ ടിപ്പിനകത്ത് ഈ ഭാഗത്ത് ഒരു ഡബിൾ ഫോൾഡ് ഓഫ് സ്കിൻ കാണപ്പെടും. ദിസ് ഡബിൾ ഫോൾഡ് ഓഫ് സ്കിൻ ഈസ് കോൾഡ്, ഈ സ്കിന്നിന് പറയുന്ന പേരാണ് പ്രൊപ്യൂസ് അഥവാ ഫോർസ്കിൻ. ഈ സ്കിൻ ഫോൾഡിന്റെ പേരാണ് പ്രൊപ്യൂസ് അല്ലെങ്കിൽ ഫോർസ്കിൻ. കേട്ടിട്ടുണ്ടാവും, മുസ്ലിംസ് സുന്നത്ത് ചെയ്യാന്ന് പറയുന്നത് ഈ പ്രൊപ്യൂസ് അല്ലെങ്കിൽ ഫോർസ്കിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. മനസ്സിലായല്ലോ? അപ്പം മറക്കരുത്. 2-3 കാര്യങ്ങൾ പറഞ്ഞു. മെയിൽ കോപ്പുലേറ്ററി ഓർഗന്റെ ഒറ്റ വാക്കാണ് പെനിസ്. മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയും. ഇറ്റ് ഹാസ് എ ലോങ് ഷാഫ്റ്റ് ആൻഡ് എ swollen tip. The swollen tip of penis is called glans penis, which is covered by, അങ്ങനെ എഴുതേണ്ടത്, a double fold of skin called prepuce or foreskin. മനസ്സിലായോ? ഇനി പെനിസിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. It is made up of erectile spongy tissue. മനസ്സിലായല്ലോ? പെനിസ് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്താൽ, ഇപ്പൊ ഇല്ല, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, 3 റോ ആയിട്ട് സ്പോഞ്ചി ടിഷ്യൂ കാണും. കോർപ്പോറ കാവർണോസ്, അത് എൻട്രൻസ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. കണ്ടല്ലോ, ഈ 3 റോയിൽ ഈ താഴത്തെ ഇതിൽ കൂടെയാണ് ഈ ഒരു ഡക്റ്റിന്റെ പേര് തന്നായിരുന്നല്ലോ നേരത്തെ ഒരു വീഡിയോയിൽ, കോമൺ യൂറിനോജെനൈറ്റൽ ഡക്റ്റ്. താഴത്തെ സ്പോഞ്ചി ടിഷ്യൂന്റെ നടുക്കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ പെനിസ് എത്ര നീളം ഉണ്ടോ അത്രയും നീളത്തിൽ 3 റോ എന്താ എഴുതിയേക്കുന്നത്? ഇറക്ടൈൽ സ്പോഞ്ചി ടിഷ്യൂ കാണപ്പെടും. ഈ ഇറക്ടൈൽ സ്പോഞ്ചി ടിഷ്യൂ ആണ് മെയിലിനകത്ത് ഇറക്ഷന് കാരണം. പെനിസ് ഇറക്റ്റ് ആവാൻ കാരണം ഈ സ്പോഞ്ചി ടിഷ്യൂലേക്ക് ബ്ലഡ് സപ്ലൈ വരുന്നത്. അറിയാമല്ലോ, നമുക്കറിയാം, മെയിൽ പ്രത്യേകിച്ച് ആൺകുട്ടിയൊക്കെ അറിയാം എപ്പോഴാണ് ഇറക്ഷൻ നടക്കുക എന്നുള്ളത്. മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ ഇറക്ഷൻ ഉണ്ടാവും, അതേപോലെ സെക്ഷൽ എർജ് ഉണ്ടാവുമ്പോഴും ഇറക്ഷൻ ഉണ്ടാവും. അപ്പോൾ സെക്ഷൽ എർജിന്റെ സമയത്തുള്ള ഇറക്ഷന് കാരണം ഈ ഇറക്ടൈൽ സ്പോഞ്ചി ടിഷ്യൂവിനകത്തേക്ക് ആ ബ്ലഡ് ഇറച്ചു കയറുന്നതാണ്. മനസ്സിലായല്ലോ? ഇത്രയാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അപ്പം പെനിസിന്റെ കാര്യങ്ങൾ എഴുതേണ്ടത് മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഓർ പെനിസ്. നോട്ട്സ് എഴുതേണ്ടത് ഇറ്റ് ഈസ് ദ മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് ഇറക്ടൈൽ സ്പോഞ്ചി ടിഷ്യൂ. ഓക്കെ, ഇറ്റ് ഹാസ് എ ലോങ് ഷാഫ്റ്റ്. റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ടാണ് പറഞ്ഞങ്ങ് പോണത്, നിങ്ങൾക്ക് സ്റ്റിൽ ചെയ്ത് കേൾക്കാം. ഇറ്റ് ഹാസ് എ ലോങ് ഷാഫ്റ്റ് and a swollen tip. The swollen tip of penis is called glans penis, which is covered by a double fold of skin known as foreskin. F-O-U-R-L, F-O-R-E, foreskin or known as prepuce. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിസ്കസ് ചെയ്യും. താങ്ക് യു.